ആടാ നമ്മളെ കണക്ക് മാഷല്ലേ പറഞ്ഞത്. ആടാ മാഷെന്ന് മനസ്സിലായാ? കുട്ടി ആ 10 പഠിച്ച ഫാറൂഖ് അല്ലേ? മാഷിന് ഇപ്പോഴും എന്നെ ഓർമ്മ ഉണ്ടല്ലേ? താനിപ്പോ എന്താണോ ചെയ്യണേ? ഞാനിപ്പോ വില്ലേജ് ഓഫീസിലാ ജോലി ചെയ്യുന്നത്. അന്ന് ഞാൻ നിങ്ങളൊക്കെ തല്ലി പഠിപ്പിച്ച എന്തിനാന്നൊക്കെ മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ജോലി കിട്ടി. മാഷ് പഠിപ്പിച്ച കുട്ടികളൊക്കെ നല്ല നിലയിൽ എത്തിയെന്ന് കേൾക്കുമ്പോൾ മാഷിനൊരു അഭിമാനമുണ്ട്. മാഷിക്ക് ഇവനെ മനസ്സിലായാ? ഇവനെ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ, ഞാൻ എന്നെ മറക്കാനാ? തനിക്കെന്തോടെ ഇപ്പോൾ ജോലി? എനിക്ക് കിണർ പണിയാ. കിണർ പണിയാ? എന്ത് കിണറ്റിലോ? കോഴി വീണെന്നോ? ഇതോ ഞാൻ ഇപ്പോൾ വരാട്ടോ. തനിക്ക് കിണറ്റിലിറങ്ങാൻ അറിയോടോ? അല്ല മാഷെ, അതിപ്പോൾ മാഷ് കിണറ്റിലിറങ്ങാൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. ഞാൻ എന്താ ചെയ്യുക? മാഷ് പഠിപ്പിച്ചു തന്നെ എ സ്കോർ ഇൻറ്റു ബി സ്കോറല്ല. എനിക്കറിയില്ല മാഷെ. സാറാ ഓനക്കറിയാം സാറേ. ഇനി കേറ്റിലിറങ്ങുന്ന ആളല്ലേ? എൻ്റെ വീട്ടിലൊരു കോഴി കൊണ്ടുണ്ട്, ഇനി ഒന്ന് എടുത്തു തരുമോ? അത് വേണ്ട മാഷെ. മാഷ് പഠിപ്പിച്ച കുട്ടി മാഷെ കിണറ്റിലിറങ്ങിയ മാഷിക്കൊരു മോശമല്ല മാഷെ. ഓരോ ജോലിക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡുകളുണ്ട്. എല്ലാവരും ഇപ്പോൾ എൻജിനീയറും ഡോക്ടറും ഒന്നും ആവില്ലല്ലോ. സാധാ ജോലി ചെയ്യാനും വേണം ഒരാൾ. എൻ്റെ ചിന്താഗതിയായിരുന്നു തെറ്റ്.